നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമിനേ ഗൗരദിശേ നമഃ. വിളക്ക് കൊളുത്താമേ. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശിവപ്രിയ വിഘ്നേഷ് ജി അവിടെ വിളക്ക് റെഡിയാക്കി വെക്കുക. ഇതേപോലെ ഒന്ന് സൂം ചെയ്ത് ഒരുക്കി വെക്കുക. നമ്മൾ അങ്ങോട്ട് വരും. ഓക്കെ, ഈ ഒരു ആരതി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരും. ഹരേ കൃഷ്ണ. സ്മിത മാതാജി തുടങ്ങാമോ? എല്ലാം റെഡി ആയിട്ടുണ്ടോ? അപ്പം നമുക്ക് അഷ്ടകം ചൊല്ലാം. ഓക്കെ, ഒരു മിനിറ്റ്. എല്ലാവരുടെയും റെഡിയല്ലേ? ആരതി ചെയ്യാൻ അഷ്ടകം ചെല്ലാൻ റെഡിയല്ലേ? അപ്പം നമ്മൾ ഇപ്പോൾ ആദ്യത്തെ ആരതി നമ്മൾ അമ്പിളി പ്രഭു പ്രിയ മാതാജിയുടെ വീട്ടിലാണ്. ഈ സമയത്ത് നമ്മൾ അഷ്ടകം ചൊല്ലും. അഷ്ടകം ചൊല്ലുന്ന സമയത്ത് എല്ലാവരും നെയ്വിളക്ക് ഭഗവാന് സമർപ്പിതമായിട്ട് മനസ്സുകൊണ്ട് ചെയ്യുക. അപ്പം പ്രിയ മാതാജി 4 പ്രാവശ്യം നെയ്വിളക്ക് പാദകമലത്തിൽ നിന്ന് മുഖകമലത്തിലേക്ക് 4 പ്രാവശ്യം നമ്മൾ ആരതി ചെയ്യും. ഹരേ കൃഷ്ണ. ഓക്കെ, സ്നേഹ റെഡി? ഓക്കെ. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം ഗോകുലേ വ്രജമാനം യശോദാഭിലാദവമാനം പരാമൃഷ്ടമത്യന്തദ്രോധൃത്യ ഗോപ്യാ രുദന്తం മോഹനിത്യായുഗ്മം രുജന്തം कराम्बुजयुग्मेन साधकनेत्रं मुहुश्वासकं स्थितग्रैवं दामोदरं भक्तिवर्धम् ईदृक्स्वलीलाभिरानन्दकुण्डे स्वघोषं निमज्जन्तम् आख्यापयन्तम् तदीयेषु तज्ञेषु भक्तेर्जितत्वम् पुनः प्रेमतस्तं शतावृत्तिवन्दे वरं देवमोक्षं न मोक्षावधिं वा न चान्यं वृणेऽहं वरेशदपीह इदं ते वपुर्नाथ गोपालबालम् सदा मे मनस्य वीरस्तां किमन्ये इदं ते मुखाम्बोजं मत्यन्तनीले वृतं कुन्तलैः स्निग्धरक्तैश्च गोप्या
मोहश्चुम्बितं बिम्बरक्तादरं मे मनस्या विरास्तमलं लक्षलाभे नमो देव दामोदरानन्त विष्णु प्रसीद प्रभो दुःखजलाभिमग्नम् कृपादृष्टिवृष्ट्यादिदीनं बतानो गृहानिशमामज्ञं वेदक्षिदृश्या कुबेरात्मजौ बद्धमुत्वैव त्वयामुचितौ भक्तिभाजौ कृतौ च तथा प्रेम भक्तिं स्वकामे प्रयच्छ न मोक्षे ग्रहो मेस्ति दामोदरेह नमस्ते सुदाम्ने स्फुरदीप्तिदाम्ने त्वदीयोदराय विश्वस्य दाम्ने नमो राधिकायै त्वदीयप्रियायै नमो नन्दलीलाय शिवाय हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे दामोदरा जय दामोदरा दामोदरा जय दामोदरा दामोदरा जय दामोदरा दामोदरा जय दामोदरा प्रभुपद जय प्रभुपद प्रभुपद जय प्रभुपद प्रभुपद जय प्रभुपद जय प्रभुपद राम भगवान की जय 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 प्रभुपाद जय ഹരേ കൃഷ്ണ. താങ്ക് യു ഹരേ കൃഷ്ണ. ഹരേ നമ്മള് വളരെ സന്തോഷം ഇത്രയും ആരതി ഒരുമിച്ച് കാണുവാനും എല്ലാം വളരെ വിശാലമായിട്ട് ആ മനസ്സിന്റെ നിറവാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഭഗവാന്റെ ഫോട്ടോകൾ. ഭഗവാന്റെ എല്ലാ റിഫ്ലക്ഷനും ഭഗവാന്റെ സാന്നിധ്യവും ഈ അന്തരീക്ഷത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ കാർത്തിക മാസത്തിൽ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത് പ്രിയ മാതാജി, അമ്പിളി പ്രഭു, അനിൽ പ്രഭു, വിനീത മാതാജി,
പിന്നെ സുപ്രിയ വിഘ്നേഷ് ജി, പിന്നെ ആരുണ്ട് ഇവിടെ, വിദ്യാജി, എല്ലാവർക്കും ആ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന മറ്റെല്ലാവർക്കും ദാമോദര ഭഗവാന്റെ പ്രത്യേകം അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമ്മുടെ ഈ സെഷനിൽ 6:30 കഴിയുമ്പോഴത്തേന് മറ്റു കുറച്ച് ആരതി ഹോസ്റ്റും കൂടെ ജോയിൻ ചെയ്യും. നമ്മളിപ്പോൾ നമ്മൾ സമ്മറി ചെയ്യും. അവരവരുടെ സമയത്തിനും സൗകര്യാർത്ഥം ഇപ്പോൾ ആരതി ചെയ്തവർക്ക് കണ്ടിന്യൂ ചെയ്ത് ഇരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതല്ല എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് വീഡിയോ ഓഫ് ചെയ്യാം, കുഴപ്പമില്ല. ഹരേ കൃഷ്ണ. ലിവിയെ ഞാൻ പറയുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്മിതമാതാജി ഹരേ കൃഷ്ണ. ഞാൻ കാർത്തിക മാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ മാസമാണ് കാർത്തിക മാസം. കാർത്തിക മാസം ഒരേ കാര്യം തന്നെ ഒരുപാട് സ്ക്രിപ്റ്റേഴ്സിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നതിനർത്ഥം അത് ഏറ്റവും പ്രധാനമാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം അതൊരു മുന്നറിയിപ്പ് ആണെന്നുള്ളത്. ഇതിവിടെ രണ്ടും കൂടിയാണ്, പ്രധാനവുമാണ് മുന്നറിയിപ്പും കൂടിയാണ്. സ്കന്ദപുരാണത്തിൽ പറയുന്നു, ന കാർത്തിക സമോ മാസം, കാർത്തിക മാസത്തിൽ സമമായിട്ട് മറ്റൊരു മാസവും തന്നെയില്ല. ന കൃതേന സമം യുഗം, യുഗങ്ങളിൽ കൃതയുഗത്തിന് സത്യയുഗത്തിന് സമമായിട്ട് മറ്റൊരു യുഗം തന്നെയില്ല. ന വേദ സദൃശം ശാസ്ത്രം, വേദങ്ങളിൽ ശാസ്ത്രങ്ങളിൽ സമമായിട്ട്, അത് പുരാതന ശാസ്ത്രമാവട്ടെ, പൗരാണിക ശാസ്ത്രമാവട്ടെ, ആധുനിക ശാസ്ത്രമാവട്ടെ, അത്യന്താധുനിക ശാസ്ത്രമാകട്ടെ, വേദങ്ങൾക്ക് സമമായിട്ട് മറ്റൊരു ശാസ്ത്രവും തന്നെയില്ല. ന തീർത്ഥം ഗംഗയാ സമം, തീർത്ഥങ്ങളിൽ ഗംഗയ്ക്ക് സമമായിട്ട് മറ്റൊന്നുമില്ല. ഇപ്പൊ ശാസ്ത്രങ്ങളുടെ, പൗരാണിക ശാസ്ത്രം ആ വേദങ്ങളുടെ ഉപനിഷത്താണ്, സത്താണ് ഉപനിഷത്ത്, ഉപനിഷത്തുക്കളുടെ സത്താണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ഒരു സമയത്തും തെറ്റാൻ വഴിയില്ല, അത് ഉറപ്പാണ്. അക്ഷരാണാം അകാര ആസ്മി എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയുമ്പോൾ 5750 വർഷങ്ങൾക്ക് മുൻപ്. പിന്നീട് വന്ന ഒരു ഭാഷയ്ക്കും അക്ഷരങ്ങളിൽ ആദ്യമായ അക്ഷരത്തിനെ, ആ എന്ന അക്ഷരത്തിനെ മാറ്റി നിർത്താൻ കഴിഞ്ഞില്ല. ഏത് ഭാഷകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അക്ഷരത്തിന്റെ ആദ്യ അക്ഷരം ആ ആണ്. ഭഗവാനാൽ പറയപ്പെടുന്ന ഒരു വാക്കും ഒരു കാലത്തും ഒരു സമയത്തും മാറ്റാൻ പറ്റുകയില്ല. ഇത് ഭഗവാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അത് സത്യമാണ് എന്നുള്ള അതിന്റെ തെളിവുകളിൽ തുച്ഛമായ ഏറ്റവും ചെറിയായ ഒരു ഉദാഹരണമാണ്. ഹരേ കൃഷ്ണ. കാർത്തിക മാസത്തിന്റെ മറ്റു സന്ദേശങ്ങളിലേക്ക് സ്മിതമാതാജിയെ സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രഭു പറഞ്ഞ പോലെ വളരെ സന്തോഷം. എല്ലാവരുടെയും വീട്ടില് വളരെ ഭംഗിയായിട്ട് ആൾക്കാർ ഒരുക്കിയിട്ടുണ്ട്. ദീപങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിനും ഒരു സന്തോഷമുണ്ട്. വളരെ സന്തോഷം പ്രിയ മാതാജി, വളരെ വളരെ സന്തോഷം. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്ത് എല്ലാവരുടെയും വീട്ടില് വിളക്ക് കൊളുത്താൻ പ്രേരിപ്പിച്ചതില്. പ്രഭു ഓൾറെഡി പറഞ്ഞു ഈ കാർത്തിക മാസത്തിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് നേഹ വിക്രമനാസ്വസ്തി പ്രത്യവായോന വിദ്യതേ സ്വൽപ്പം അഭ്യസ്യ ധർമ്മസ്യ പ്രായതോ മഹതോ ഭയാ എന്നാണ് ഭഗവത്ഗീതയില് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് 2:41. അതെന്താണ് അതിന്റെ അർത്ഥം? ഈ ഇൻ ദിസ് എൻഡേവർ, അതായത് നമ്മൾ ഈ ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കുറച്ച് കാര്യങ്ങളാണ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇൻ ദിസ് എൻഡേവർ, ഈ പ്രയത്നത്തില് ദർ ഈസ് നോ ലോസ് ഓർ ഡിമിനിഷൻ, ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല നമുക്ക്. ആൻഡ് എ ലിറ്റിൽ അഡ്വാൻസ്മെന്റ് ഓഫ് ദിസ് പാത്ത്, വളരെ കുറച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും എന്താണ് പറഞ്ഞിരിക്കുന്ന ഭഗവാന്? ഓൺ ദിസ് പാത്ത് ക്യാൻ പ്രൊട്ടക്ട് വൺ ഫ്രം ദ മോസ്റ്റ് ഡേഞ്ചറസ് ടൈപ്പ് ഓഫ് ഫിയർ. അതായത് ഈ പല വിപത്തുക്കളിൽ നിന്ന് വളരെ കുറച്ചാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ വളരെ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂടെ നമ്മളെ ഏറ്റവും വലിയ വിപത്തുക്കളിൽ നിന്ന് ഭഗവാൻ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് പറയുന്നത് ഭഗവാൻ.
ഇനി നമുക്കറിയാം നമ്മളെല്ലാവരും ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളത്. ഏതൊക്കെ രീതിയിൽ നമുക്ക് 3 രീതിയിൽ നമുക്ക് ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മള് കാർത്തിക് ആയാലും ദാമോദർ മന്ത് ആയാലും അതും ഒരു ഫെസ്റ്റിവൽ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു ഫെസ്റ്റിവല് എങ്ങനെ 3 രീതിയിൽ നമുക്ക് ആഘോഷിക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ രീതി പരമ്പര. ഓക്കെ, ഇപ്പൊ ഓണം സെലിബ്രേഷൻ ആണ് അല്ലെങ്കിൽ ദീപാവലി സെലിബ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടില് എന്റെ അച്ഛനമ്മമാര് അതിന് മുന്നത്തെ ജനറേഷൻ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നു. കാരണം അത് എനിക്ക് ഒത്തുചേരാനുള്ള, കുടുംബാംഗങ്ങളുമായിട്ട് ഒത്തുചേരാനുള്ള ഒരു അവസരമാണ്. അതെനിക്ക് സന്തോഷം നൽകുന്നു. അതുകൊണ്ട് ഞാൻ ആ ഫെസ്റ്റിവല് സെലിബ്രേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ആണെന്നുണ്ടെങ്കിലോ ആധ്യാത്മിക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പൂജകളും ചെയ്യും ഇതിന്റെ ഒപ്പം. പക്ഷെ ഇതുപോലെ തന്നെ ആദ്യത്തതും ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതായത് ഒത്തുചേരൽ ഉണ്ടായിരിക്കും, നമുക്ക് സന്തോഷം. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഭഗവാനെ കൂടെ കൊണ്ടുവരുന്നതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സെലിബ്രേഷൻ. ഇനി ഇതിനും പരമായിട്ട് ഉള്ള ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നതാണ് ഡിവോഷണൽ അല്ലെങ്കിൽ ഭക്തിമയം എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമ്മളുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ സെന്റർ ആരാണ്? ഭഗവാനാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള 2 ലെവലും അത് ഇൻക്ലൂഡഡ് ആവും. അതായത് നമ്മൾ ഭഗവാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുമായി അതേപോലെ തന്നെ അത് എനിക്ക് സന്തോഷം നൽകുന്നതും എന്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഒത്തുചേരാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് 3 രീതിയിൽ ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാം. ഒന്ന് പരമ്പര അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. 2 ആധ്യാത്മിക അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ട് നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ രീതിയാണ് ഡിവോഷണൽ അല്ലെങ്കിൽ ഭക്തിമയമായിട്ടുള്ള രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിലെ ഏറ്റവും ടോപ്പ് ക്ലാസ് ആയ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഡിവോഷണൽ ആണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ കാർത്തിക് മന്തില് ഇപ്പോ ആരതി ചെയ്യുന്നതും നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചെയ്യുന്നതും ഇതാണ് ഡിവോഷണൽ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള 2 ആസ്പെക്റ്റും ഫെസ്റ്റിവലിന്റെ 2 ആസ്പെക്റ്റും ഇതിൽ കവേർഡ് ആയി. ഇനി എന്തുകൊണ്ടാണ് ദാമോദർ ലീല ഇത്ര ഇമ്പോർട്ടന്റ്? ബിക്കോസ് ഇതില് ഭഗവാനും ഭഗവാന്റെ ഡിവോട്ടീസും തമ്മിലുള്ള റെസിപ്രൊക്കേഷൻ വളരെ ഭംഗിയായിട്ട് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാ രസങ്ങളുടെയും ഇതില് 5 രസങ്ങൾ വരുന്നുണ്ട്. വാത്സല്യരസം, ദാസ്യരസം, സാഖ്യരസം, ശാന്തരസം, മാധുര്യരസം. ഈ 5 രസങ്ങളുടെയും ഒരു പെർഫെക്റ്റ് ബാലൻസ് നമുക്ക് ഈ ലീലയില് ദാമോദർ ലീലയില് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ലീലയ്ക്ക് ബാക്കിയുള്ള ലീലയെക്കാട്ടിലും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. വാത്സല്യരസം വരുന്നത് യശോദാമയ്യ ഈ ലീഡ് റോൾ എടുക്കുന്നത് ഈ ലീലയില് യശോദാമയ്യാണ്. ആൻഡ് യശോദാമയ്യയുടെ ഭാവം എന്താണ്? വാത്സല്യരസം. ആൻഡ് ആരാണ് ദാസ്യരസത്തിലുള്ളത്? നമുക്കറിയാം നളകുബേരന്മാരുടെ പുത്രന്മാരെ ഭഗവാൻ ലിബറേറ്റ് ചെയ്യുന്ന അവര് 2 പേരുമാണ് ഈ ലീലയില് ദാസ്യരസത്തിൽ വരുന്നത്. മൂന്നാമത്തത് ഞാൻ പറഞ്ഞത് സഖ്യരസം. അതാരാണ് വരുന്നത്? മങ്കീസ്, കൊരങ്ങന്മാരാണ്. കാരണം ഭഗവാൻ കലമുടച്ച് വെണ്ണ എടുത്തിട്ട് ആർക്കാണ് കൊടുക്കുന്നത്? കൊരങ്ങന്മാർക്കാണ് കൊടുക്കുന്നത്. അവരാണ് സഖ്യരസത്തിൽ വരുന്നത്. നാലാമത്തെയാണ് ശാന്തരസം. ഈ ശാന്തരസത്തിലുള്ളവര് ആരൊക്കെയാണ്? പാല്, പിന്നെ ഉരല്. ഇവരില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ലീല നടന്നിട്ടുണ്ടാവില്ല. അവർക്കും അതുപോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അവര് ശാന്തരസത്തിലാണ്. ഇനി 5ാമത്തെ രസം ഞാൻ പറഞ്ഞത് മാധുര്യ രസം. അതാണ് രാധാറാണി. ചില ആചാര്യന്മാര് പറയുന്നുണ്ട് ഈ റോപ്പ് ഭഗവാനെ കെട്ടിയിട്ടുള്ള ആ കയറ് രാധാറാണിയാണെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഭഗവാൻ എവിടെയുണ്ടോ അവിടെ രാധാറാണി ഉണ്ട്. കാരണം ഭഗവാന്റെ അന്തരംഗ ശക്തിയാണ് രാധാറാണി എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും രസങ്ങള് എല്ലാം ഒരുമിച്ചിട്ടുള്ള ഒരേ ഒരു ലീല മാത്രമേ ഉള്ളൂ. അതാണ് ദാമോദർ ലീല. അതുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ ദാമോദർ ലീലയ്ക്ക് കൊടുക്കുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു. നമ്മുടെ ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള് ഇതെല്ലാം നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടിയാണ്. നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ദാസോഹം തവ കേശവ, ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫണ്ടമെന്റൽ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി. ആ സേവനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇൻക്ലൂഡിങ് വിവാഹബന്ധങ്ങൾ പോലും
മറ്റൊരു തലമുറയെ ഭഗവാനെ സേവിക്കുവാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കുക. ആ ഒരു ബോധമായിരിക്കണം. അതില്ലാതെ വരുമ്പോഴാണ് ഇന്ന് കാണുന്ന എല്ലാ അപജയങ്ങൾക്കും കാരണം. ഇന്ന് കാണുന്ന എല്ലാ ഈ അപജയങ്ങളുടെ ചുക്കാൻ പിടിച്ച ആ ഒരു ജന്മങ്ങൾ മുഴുവൻ ഭഗവാനെ മറന്ന് ഉണ്ടായ ജന്മങ്ങൾ എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാൻ. അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വരില്ല. തീർച്ചയായിട്ടും നമ്മൾ ദാമോദര ഭഗവാന്റെ കാർത്തിക മാസം തുടരുന്നതിന് മുമ്പായിട്ട്, ആചാരം അനുഷ്ഠാനം തുടരുന്നതിന് മുമ്പായിട്ട് അടുത്ത ഹോസ്റ്റുകളെ നമ്മൾ പരിചയപ്പെടുന്നു. സുശീം പ്രഭു, ഹരേ കൃഷ്ണ. എല്ലാം റെഡിയായിരിക്കുക. അനിൽ പ്രഭു, ഹരേ കൃഷ്ണ. നമ്മൾ റെഡിയാകുന്നു. അജേഷ് ജി, ഹരേ കൃഷ്ണ. അത് ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് വെക്കാം. എന്നിട്ട് രണ്ടാമത്തെ മൊബൈൽ എടുത്തിട്ട് നിങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ വെക്കാം. ഓക്കെ, ഇപ്പോൾ ഒന്നുകൂടെ സൂം ചെയ്ത് വെച്ചാൽ മതി. കാണാൻ പറ്റുന്നുണ്ട്. ഒന്നുകൂടെ സൂം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പം അനിൽ പ്രഭു, സുശീം പ്രഭു റെഡിയായി. ഓക്കെ, ശിവപ്രിയാജി കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ ഫോട്ടോ കാണാൻ പറ്റുന്നില്ല. ഇത്രയും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് വെക്കുക. ഹരേ കൃഷ്ണ. കുറച്ചും കൂടെ ഉയർത്തി വെക്കാമോ? യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്. അനീഷ് പ്രഭു ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ പ്രഭു. മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ. മാതാജി ഉണ്ടോ അവിടെ? മാതാജി ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. മാലിന്യ മാതാജി ഉണ്ടോ അവിടെ? ഉണ്ട്. ഓക്കെ, പാഠം റെഡി ആയിട്ട് നിൽക്കാൻ പറയുക. ഓക്കെ, ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. താങ്ക് യു. ജയ രാധാ മാധവ, മാലിന്യ മാതാജി പാടും. ഒരു മിനിറ്റ്. പാടത്തെ പ്രഭു? യെസ്. माधव